അങ്ങനെ നമ്മുടെ റെസിഡൻസിന്റെ ഓണം തുടങ്ങിയിട്ടാ. ആ പോണ വെളുത്തൊട്ടുപ്പും ജീൻസ് ഇട്ട ചെറുത് നമ്മുടെ അനിയത്തിയാണ്. ഇപ്പൊ സ്പൂൺ റൈസിൽ ഫസ്റ്റ് അടിക്കൊന്നും പറഞ്ഞ് ഇറങ്ങിയേക്കണാണ്. സ്പൂൺ റൈസിന് ഫസ്റ്റ് ഇട്ടിയ പെങ്ങളോട് ചിലവഴിക്കാന്ന് വിചാരിക്കുമ്പോഴാണ് ദേ അടുത്ത സ്പൂൺ റൈസ്. അതൊരു ക്വാളിഫയർ മത്സരം മാത്രമായിരുന്നട്ടാ. അങ്ങനെ ആ മത്സരത്തിൽ നമ്മുടെ മുത്തുമണി ആദ്യം തന്നെ ഔട്ടായിട്ടാ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് തീരുമാനമായി. അങ്ങനെ ഒരുപാട് കായിക പരിപാടികളെ ശേഷം ദേ അടുത്തത് കൈകൊട്ടിക്കളിയാണ്. ഈ കൈകൊട്ടിക്കളി കാണാൻ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല കിടിലൻ ടീമാണ് വരും. കൈകൊട്ടിക്കളിക്ക് ശേഷം രമണൻ ഗോദായിലേക്ക് ഇറങ്ങുമെന്നും പറഞ്ഞ് ഞാൻ കസേര കളിക്കാൻ ഇറങ്ങിയ സീനാണ്ട ഗായ്സ് കാണുന്നത്. അനിയത്തി സ്പൂൺ റൈസിൽ നഷ്ടപ്പെടുത്തിയ കപ്പ് ചേട്ടൻ കസേരകളിലൂടെ തിരിച്ചിട്ടുമോ എന്നറിയാൻ വേണ്ടി ഇറങ്ങിയ കാഴ്ചയാണ് കാണുന്നത്. സപ്പോർട്ടിങ്ങിന് നമുക്ക് ഒരു ലോഡ് ആൾക്കാരുണ്ടാ. പക്ഷെ എന്തായാലും ഭയങ്കര ടഫ് മത്സരമായിരുന്നു. അങ്ങനെ പൊരിഞ്ഞ പൊരട്ടം കാഴ്ച ഞാൻ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടാ.